അഖിലെ നമ്മൾ പെട്ടുപോയി. അഖിൽ തൃക്കാക്കര മത്സരിക്കാൻ പോകുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കലടിച്ച് ഞാൻ പറിക്കും. 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് വന്നതാണ്, സാർ എനിക്ക് വേണം തൃക്കാക്കര ഞാൻ മത്സരിക്കാം. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. എന്തോ അകലെ ഇത് വെയിറ്റ് ചെയ്യ്, മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാൽ ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതെളിച്ചാ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല. ഞാൻ പറയുന്ന പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും അങ്ങനെ അങ്ങ് പോവല്ലേ. ഒരു മനുഷ്യനെ സുരക്ഷിത കോട്ടകളല്ല, കോട്ട പൊളിക്കാനാണ് പ്ലാൻ എന്നൊക്കെ അഖിൽ പറഞ്ഞു. കാശ്മി പിന്നെ ഒരു പല സാഹചര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അവരെ നമ്മൾ ആവേശഭരിതരാക്കണം. അതിനുവേണ്ടി മാത്രമല്ല, സത്യത്തിൽ ഒരുതരം എന്റെ നാട്ടിൽ ഉൾപ്പെടെ നാണം കെട്ട് നിൽക്കുക. ഞാൻ സ്വാഭാവികം നാണക്കേട് മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഈ കൂടെ പോകുന്ന ഏത് അലവലാതിക്കും കൊടുക്കാൻ പറ്റുന്ന സീറ്റാ തൃക്കാക്കര. 21,500 അത്ര മോശം ഓട്ടൊന്നും അല്ലല്ലോ. വരി കൊട്ടാരക്കര പോലും ഈ തോമസിന്റെ ഭൂരിപക്ഷത്തിന് പകുതി പോലും ഇല്ല. എവിടുത്തെ ഉമാ തോമസിന്റെ ഭൂരിപക്ഷത്തിന് സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചു. പിറ്റേന്നാൾ അഖിലിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ 20 കണക്കാൻ കാണിക്കാം. എന്റെ പൊന്നെ 10,000 ഈ ഹാഷ്മി നിർത്തിയെന്ന് അവമാനിക്കുവാണെന്ന്. അതുകൊണ്ടാണ് നിലപാട്, അത് പലപാടാണ്. സ്വതന്ത്ര ഇന്ത്യൻ പൗരന് നിലപാട് എഴുതാൻ അറിയാവോ അഖിൽമാരെ? എനിക്ക് അറിയത്തില്ല. ഇന്ദിരാ കമലാ നെഹ്റു നല്ല പേര് തന്നെയായിരുന്നു. പക്ഷെ ഇവർക്കൊരു നാണക്കേട്. നെഹ്റു എന്ന് വെച്ചാൽ കൊള്ളത്തില്ല. ഇന്ദിരാ കമലാ നെഹ്റു എന്ന് വെച്ചാൽ ജനം അംഗീകരിക്കത്തില്ല പോലും. എന്താ നെഹ്റു അത്ര മോശക്കാരനായിരുന്നു? ഇന്ദിരാ കമലാ നെഹ്റു എന്ന പേര് എത്രയോ മികച്ച പേരാ. അപ്പൊ ഇന്ദിരാ കമലാ നെഹ്റു എന്ന പേര് മാറ്റി ഭർത്താവിന്റെ പേര് ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മളെ മാറ്റർ അഖിലിന് മാരാർന്ന് ചേർക്കാമെങ്കിൽ ഇന്ദിരയ്ക്ക് എന്റെ ജാതിയതാ. അതെന്റെ ജാതിയതായിരുന്നു. നിങ്ങൾക്ക് ജാതി പേര് ചേർക്കാമെങ്കിൽ നെഹ്റുവിന് ഇന്ദിരയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യം. അത് അവരുടെ സ്വാതന്ത്ര്യം. ഭർത്താവിന്റെ പേര് ചേർക്കണോ അച്ഛന്റെ പേര് ചേർക്കണോ എന്ന് അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ജാതി പേര് ചേർക്കാമെങ്കിൽ 15 വർഷം പേര് ചേർത്തൂടെ? ഞാൻ പറയാം. ചേർത്തൂടെ? ഈ ഹാഷ്മി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മള് ഞാൻ തെരഞ്ഞെടുപ്പ് അഖിൽ കോട്ടാത്തല, അതായത് ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് എന്റെ പേര് അഖിൽ കോട്ടാത്തല എന്നായിരുന്നു. സിനിമ എടുക്കാൻ വരുന്ന സമയത്ത് കോട്ടാത്തല എന്ന പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോ KOTTATHA എന്നുള്ളതിനെ ചിലർ കൂട്ടാത്തല എന്നും കൊട്ടത്തല എന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി തുടങ്ങി. അപ്പൊ ജോജുവും എന്റെ നിർമ്മാതാവും ഒക്കെ പറഞ്ഞു, എടാ കുറച്ച് ഞാൻ ചെറിയ പയ്യനും കൂടിയാണല്ലോ, ഈ വലിയ സുകുമാർ അഴീക്കോട് സത്യനന്ദിക്കാട് ഈ കാലഘട്ടമൊക്കെ മാറി പേരിന് ഒരു ഗുമ്മൊക്കെ വരണം. അങ്ങനെ ഞാൻ ന്യൂമറോളജി പ്രകാരം ഒരു 5 പേര് സെലക്ട് ചെയ്തു. പ്രകാരം സ്വന്തം പേര് മാറ്റാം. ഇന്ദിരാഗാന്ധിക്ക് കെട്ടിയന്റെ പേരിന്റെ ഇനിഷ്യലൊന്നും അല്ല. എന്റെ അതേ കാര്യം ഉണ്ടായിരുന്നാ മതി. അല്ല എന്റെ അതേ കാര്യം ഞാൻ മാറ്റി എന്നോണ്ടാണെന്നറിയോ? മറ്റുള്ളവരുടെ മാറ്റിയത് എന്റെ പേരിനൊപ്പമുള്ള കോട്ടാത്തല കൊള്ളത്തില്ല എന്ന് അന്നേരം തോന്നിയത് കൊണ്ടും കുറച്ചുകൂടെ ഗുമ്മ കിട്ടാൻ വേണ്ടിയിട്ടും തന്നെയാണ്. അങ്ങനാണോ അച്ഛനായ നെഹ്റുവിനെ മാറ്റി ഗാന്ധിയെ കൂടെ കൂട്ടിയത്? കോട്ടാത്തല എന്താ? അച്ഛനായ നെഹ്റുവിനെ മാരാറിന്റെ അച്ഛന്റെ പേരില്ലാതെ മാരാറിനെ വെച്ചതിനേക്കാൾ ഭേദമാണ് ഭർത്താവിന്റെ പേര് ചേർക്കുന്നത്. എന്റെ അച്ഛന്റെ പേരാ വെച്ചത്. എന്റെ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് മാറ്റി. ഒന്ന് അച്ഛന്റെ പേര് രാജ്യത്തെ അച്ഛന്റെ പേര് കോട്ടാത്തലായിരുന്നു. അതിനു മുമ്പ് അഖിൽ കോട്ടാത്തലയായിരുന്നു. അച്ഛന്റെ പേര് കോട്ടാത്തലയായിരുന്നു. ആഷ്മി ഞാൻ പറഞ്ഞത് അത് കൊള്ളില്ല. ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്നു, ഇടയ്ക്കിടയ്ക്ക് പാർട്ടി മാറുന്നു. എന്നിട്ട് അഖിൽ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെ ചെയ്യുന്നു. ആദ്യം സ്വന്തം കാര്യം ഓടിപ്പോന്നില്ല. ഞാൻ പറഞ്ഞ തന്നെ പറയാം. അഖിൽ അച്ഛന്റെ പേര് രാജേന്ദ്ര കുറുപ്പല്ലേ? ചേടാ എന്റെ ജാതി മാരാരാടോ? അല്ല അതിനു മുമ്പ് എന്താ കരുണാകരന്റെ ജാതി മാരാരല്ലേ? അഖിലിന്റെ ഞാൻ ചോദിക്കട്ടെ, അഖിലിന്റെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലെ പേര് അഖിൽ കോട്ടാത്തലാന്നാണ്? അല്ല, അഖിൽ രാജെന്നാണ്. അപ്പൊ ഒരു മിനിറ്റ്, അഖിൽ രാജനായിരുന്ന അഖിൽ കോട്ടാത്തലയായി, അഖിൽ മാരാറായി. 3 വട്ടം പേര് മാറ്റി. ഇന്ദിരാഗാന്ധിയുടെ കല്യാണത്തിന് ശേഷം ഫിറോസ് ഗാന്ധിയുടെ ഗാന്ധി എന്നുള്ള ആ ഇനിഷ്യൽ ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രശ്നം എന്താ? ഇതാണ് പ്രശ്നം. അത് ഇന്ദിരാഗാന്ധി സ്വന്തം അച്ഛന്റെ പേര് ഇടാത്തതിൽ അഖിലിന് പ്രശ്നമുണ്ട്. അതേസമയം അഖിലിന്റെ പേരില്ല. ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചപ്പോ അഖിലിന്റെ അച്ഛന്റെ പേരുണ്ടായിരുന്നു ഗുമ്മു പോരാന്ന് പറഞ്ഞിട്ട് അഖിൽമാരാണ് പേര് മാറ്റി. അതിലൊരു സീക്വൻഷ്യൽ ഓർഡറിൽ ഒരു പ്രശ്നമുണ്ട്. അഖിൽ രാജൻ എന്നുള്ള പേര് അച്ഛന്റെ പേര് അത് അഖിലിന്റെ ചോയ്സ് അനുസരിച്ച് എപ്പോ വേണമെങ്കിലും മാറ്റാം. പക്ഷെ അഖിൽ കോട്ടാത്തല ആയത് എങ്ങനെയാ?
ശരി. അച്ഛന്റെ പേര് മാറ്റി കോട്ടാത്തലാക്കി. ഹാഷ്മി. അതിന് ഗുമ്മ പോരായിട്ട് മാരാറാക്കി. പേരിന് 3 വട്ടം പേര് മാറ്റിയ ആള് മറ്റുള്ളവരുടെ കാര്യം സംസാരിച്ചാ പോരെ. പേരിന്റെ ഗുമ്പിന്റെ അച്ഛന്റെ പേര് മാറ്റാവോ? ഞാൻ ഒരു ആക്ഷേപവും അഖിൽമാരാർ പേര് മാറ്റും, അഖിൽമാരാർ നിലപാട് മാറ്റി കളിക്കും. പോവല്ലേ ഹാഷ്മി, എന്നിട്ട് ബാക്കി ആൾക്കാരൊക്കെ ഇങ്ങനെ മോറലായി നിൽക്കണം. അച്ഛന്മാർ പേരിന്റെ ഭാഗത്ത് ഭർത്താവിന് പേര് ചേർക്കാൻ പാടില്ല. അതേ അഖിൽമാർ അച്ഛന്റെ പേര് ഗുമ്മ പറയാൻ മാരാർന്ന് മാറ്റും. അയ്യേ, അഖിൽമാരാര് ഇതാണ് നിലപാടില്ലായ്മ. മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇതെല്ലാം കാണത്തില്ലെന്നേ. ഒരുത്തൻ ഡ്രസ് ഇട്ട് തുടങ്ങുമ്പോൾ അവരെ ജെട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ബാക്കി ഇടുന്നത് കാണ്, എന്റെ ബാക്കി ഡ്രസ് കാണും. നിങ്ങൾ ചട്ടിയാ കണ്ടത് അതിനകത്ത്, ചട്ടി കണ്ടതാ ഓഡിയോയിൽ ചട്ടിയാ കാണുന്നത്. അയ്യോ, ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ലുലു പോയി മുണ്ടുപോയി കാണിക്കുന്നതാണ് എന്ന് അഖിൽമാരാർ പറയുകയും അവസരം കിട്ടുമ്പോൾ നേരെ ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്യും. അഖിൽമാരാർ കോൺഗ്രസിന്റെ സ്ഥാനം ആഗ്രഹിച്ച് കിട്ടാതാകുമ്പോൾ നേരെ NDA ഫോൾഡിലേക്ക് പോവുകയും ചെയ്യും. ഇതിന്റെ പക്ക നിലപാട് മാറ്റം എന്നാ പറയുന്നത്. ഗാന്ധിയോട് കമ്പയർ ചെയ്യല്ലേ, മോശമാണ് ഗാന്ധിക്ക്. അഖിൽമാരാർ ഇന്നത്തെ അല്ല നാളത്തെ അല്ല മറ്റന്നാൾ 2 കൊല്ലം കഴിയട്ടെന്ന് പറഞ്ഞു 2 മാസം കഴിയുമ്പോൾ അഖിൽമാരാർ നിലപാട് മാറ്റാണ്. അഖിൽമാരാർ താൽക്കാലിക നേട്ടത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാരാർ കളിക്കുന്ന കളിയും ഗാന്ധിയെ തമ്മിൽ കമ്പയർ ചെയ്യല്ലേ അശ്ലീലമാണ്. ഞാനൊരു കാര്യം ഗാന്ധിയെ കമ്പയർ ചെയ്യല്ലേ അശ്ലീലമാണ്. ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് അവർക്കറെ തൂക്കിക്കൊന്നായിരുന്നെങ്കിൽ അങ്ങനെ നട്ടലുള്ള ഭഗത് സിംഗിനെ ആരാധിക്കുന്ന താങ്കൾക്ക് ദാസ്യമായി നിന്നുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ മാപ്പ് പറഞ്ഞ സവർക്കർ എങ്ങനെ അനുഭവിക്കാൻ പറ്റുക? അയ്യേ, എന്താ പൊന്ന് ഹാഷ്മി, മാപ്പ് 2 രീതി പറയാം. സ്വയം തെറ്റ് മാപ്പേ ഉള്ളൂ. ഒന്ന്, ഞാൻ അന്ന് എന്റെ ഫേസ്ബുക്കിൽ 2013 തന്നെ എഴുതുന്നത് ഒരു പൊതുപ്രവർത്തകനാവണം, നാടിനു വേണ്ടി സംസാരിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. ഇനി ഞാൻ ഒരു ഓഡിയോ പുറത്തു വിട്ടാൽ ഈ സംസ്ഥാന ക്യാബിനറ്റിൽ ഒരു മന്ത്രിയുടെ നാറോ എന്ന് പറയണം. ഓഡിയോ പുറത്തുവിട്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അഖില് മത്സരിക്കണമെന്നും ഇന്ന സീറ്റ് അഖിലിന് വേണ്ടി നോക്കുന്നുണ്ടെന്നും പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് അല്ലല്ല, നാറുവെന്നല്ല. നിങ്ങൾ ക്യാമറ പിന്നെ നിങ്ങൾ മൈക്ക് കൊടുത്തോണ്ട് പിന്നെ അഖിൽമാരാർക്ക് പൈസക്ക് ഒരുപാട് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. പണം ഉണ്ടാക്കാൻ എനിക്ക് ആവശ്യമില്ല, കാറുണ്ട്. എനിക്ക് നേതാക്കന്മാരുടെ ആളായിട്ട് നിന്നാ മതി. ഒരു ബിഗ് ബോസിൽ പോയിട്ടിറങ്ങി അത്ര കോടി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. റിയൽ എസ്റ്റേറ്റ് ഒരുപാട് കച്ചവടം ഉണ്ട്. അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വൈറ്റിപ്പഴപ്പ് എന്ന് പറഞ്ഞത് അഖിൽ ഹർട്ടായി അല്ല. ഞാൻ പറഞ്ഞു വൈറ്റിപ്പഴം ഇന്ത്യയാ. അദ്ദേഹത്തിന് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ബെൻസ് ഉണ്ട്, കാറുണ്ട്, അതുണ്ട്. അപ്പൊ എനിക്ക് ഇത് ഉപേക്ഷിക്കാൻ പഠിച്ചവനാണ് ഞാൻ. അല്ലാതെ കോൺഗ്രസ്സുകാരെ കണക്ക് സഹകരണ ബാങ്കിലും കൈയിട്ട് തെരഞ്ഞെടുപ്പ് ഫണ്ടും കൈയിട്ട് ഉണ്ടാക്കാനല്ല. അപ്പൊ അഖിൽമാരാർ ഗാന്ധി എതിർക്കുന്ന ആളാണെങ്കിൽ കൂടിയും അഖിൽമാരാർ ബെൻസ് വിറ്റ്, BMW ബൈക്ക് വിറ്റ്, സകലതും വിറ്റ് ജനത്തിന്റെ സേവനത്തിന് വേണ്ടി അർദ്ധനഗ്നനായ ഫക്കീറെ ഇറങ്ങാൻ തീരുമാനിച്ച ആളാ. ആണെന്നേ ഹാഷ്മി. തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. ആശയപരമായിട്ട് താങ്കൾ അതിന്ന് വിട്ട് മത്സരിക്കാൻ വന്ന എവിടെയാ? BJPയുടെ ഇന്ന് 40 കോടി രൂപ മേടിച്ച് 19 സ്ഥാനാർത്ഥികളെ മത്സരിച്ചു കൊടുത്തു. അതിന്റെ പണം കിട്ടാത്തത്, വീതം കിട്ടാത്തത് കൊണ്ട് താങ്കൾ അയാളെ തെറി പറഞ്ഞിട്ട് പുറത്തേക്ക്. സത്യത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങളുടെ ബെൻസ് വിൽക്കാനും കാർ വിൽക്കാനും ഒക്കെ താല്പര്യപ്പെട്ട് നിങ്ങൾ വെറുതെ നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആള് പണത്തിന്റെ വീതം കിട്ടിയില്ല, അല്ലെങ്കിൽ നഷ്ടം നികത്തിയില്ല, സ്ഥാനം കിട്ടിയില്ല. എന്തിനാണ് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ വഴക്കൂടിയത്? പറഞ്ഞു എവിടെ പറഞ്ഞു? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അഖിൽമാരാർ 2020 വരുമാന നഷ്ടം ഉണ്ടായി, സാമ്പത്തിക നഷ്ടം ഉണ്ടായി, ആരും വിളിക്കുന്നില്ല. അക്കോമഡേഷൻ എന്താ അർത്ഥം? ഇവിടെ കാശ് വേണമെന്ന് അർത്ഥം. ഇവിടെ ഞാൻ ആളെ വടിയാക്കുന്നു. അഖിൽമാരുടെ നിലപാട് മാറ്റം പറയുമ്പോൾ ഗാന്ധിയുടെ നിലപാട് മാറ്റങ്ങളെ പറ്റി പറയും. അഖിൽമാർ ഇവിടുത്തെ കാര്യം അഖിൽമാർ പോകും. അതൊരു ഒറേറ്ററി സ്കില്ലാണ്. അഖിൽ സീറ്റ് കിട്ടാൻ വേണ്ടി 2020 മത്സരിച്ചു. അവിടെ കിട്ടാള് കിട്ടിയില്ല. 2 മാസം ഇറങ്ങി വന്ന് അവരെ ചീത്ത വിളിച്ചു. ക്യാൻസർ വളരാൻ തുടങ്ങി. നിലപാട് മാറ്റം, ക്യാൻസർ വളരാൻ നിലപാട് മാറ്റവും രാഷ്ട്രീയ മാറ്റവും തമ്മിൽ കമ്പയർ ചെയ്യല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അടുത്തവണ മത്സരിക്കും. നിങ്ങൾ എന്നെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം താഴ്ന്നു പോയിരിക്കുക.